വീഡിയോ ഒന്നും കണ്ടിട്ടില്ല. ഒരു ഫേസ്ബുക്ക് വീഡിയോ ആണ്. അതായത് ഒരു മതപുരോഹിതൻ ഞാൻ തങ്ങൾ കുടുംബമാണ്, നബി കുടുംബമാണ്, അതുകൊണ്ട് ക്യാൻസർ പോലെയുള്ള രോഗത്തെ വരെ ശമിപ്പിക്കാനുള്ള കഴിവ് എനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഉസ്താദ് ദിവസവും ലൈവുകളിടും. ഈ ലൈവുകളുടെ താഴെ വരുന്നതെല്ലാം സ്ത്രീകളാണ്. പക്ഷേ ഇവരുടെ വീഡിയോയുടെ താഴെ വരുന്ന തെറിവിളികളുണ്ടല്ലോ, രക്ഷയില്ലാത്ത തെറിവിളിയാണ്. ഒരു കാര്യത്തിൽ സമാധാനമുണ്ട്, ഇത്തരം പുരോഹിതന്മാരെ എടുത്ത് വിമർശിക്കാൻ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ ഒരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളും രംഗത്ത് വരുന്നുണ്ട്. അതൊരു നല്ല ലക്ഷണമാണ്. കാരണം ആര് ചെയ്താലും ഇത്തരം തെമ്മാടിത്തരങ്ങളും പറ്റിപ്പും തട്ടിപ്പുമാണെങ്കിൽ അത് വിളിച്ചു പറയുക തന്നെ ചെയ്യണം. അതിനും ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ആളാണ്, അയ്യോ അവരെയൊക്കെ പറഞ്ഞാൽ അവരുടെ ഫാൻസ് ആര് ചെയ്താലും ശരി, സാമൂഹ്യ വിരുദ്ധതയാണെങ്കിൽ അത് പറയാൻ കഴിയണം. ഇപ്പോൾ ഒരു ഉസ്താദ് ജനങ്ങളെ പറ്റിക്കുവാണ്, ആത്മീയതയുടെ പേര് പറഞ്ഞ് നബി കുടുംബമാണ് എന്ന് പറഞ്ഞ് പറ്റിക്കുവാണ്. അതിനെ എടുത്ത് വിമർശിക്കുന്നത് മറ്റൊരു മുസ്ലിം തന്നെയാണ്. കേട്ടോ, അങ്ങനെ ഒരു ഊതി നമ്മളോട് പറയണ്ടേ, നമ്മളെ കാര്യം പ്രേമിച്ചാണ് വയസ്സായി മുടി നരച്ച് മുത്ത് അങ്ങനെ ഒരു ഭർത്താനോ. അപ്പൊ ഈ ആത്മീയ പണ്ഡിതൻ എന്ന് പറഞ്ഞ് പ്രവാചകന്റെ കുടുംബ പരമ്പര എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം വന്നിരിക്കുന്നത്. അതായത് പ്രവാചകൻ ആൺമക്കളില്ല, അടുത്ത ജനറേഷൻ ഉണ്ടാകാൻ. എന്നിട്ടും പ്രവാചകന്റെ മകനാണ്, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞിട്ട് ഇയാൾ വന്നിരിക്കുന്നത്. ഇയാൾക്ക് സത്യം പറഞ്ഞാൽ 1-ാം അധ്യായമായ സൂറത്തുൽ ഫാത്തിഹ പോലും മര്യാദയ്ക്ക് ഓതാൻ അറിയില്ല. ഇയാൾ ഖുർആനൊക്കെ മലയാളത്തിൽ എഴുതി വെച്ചിട്ട് വായിക്കുന്നു എന്നാണ് ആളുകൾ പറയുന്നത്. എന്തായിരുന്നാലും അദ്ദേഹത്തെ റോസ്റ്റ് ചെയ്യുന്നുണ്ട്, കേൾക്കാം. അങ്ങനെ ഒരു ഊതി നമ്മളോട് പറയണ്ടേ, ആർക്കും ആണ്ടെങ്കിലും അന്ന് നമ്മക്കും ആണോടാമത്തെ. നമ്മളൊരു കാര്യം ചെയ്യാം, 2 കുപ്പി വെളിച്ചെണ്ണയും ഒരു കീറി തോത്തുമുട്ടായിട്ട് അങ്ങോട്ട് വരാം. ഒരു കാര്യം ചെയ്തോ, വാതിൽ കുറ്റിയിടണ്ട, അടുക്കള വാതിൽ അവിടെ തുറന്നിട്ടോ. നമ്മള് രാത്രി 12 മണിയാകുമ്പോഴത്തേക്ക് വന്നിട്ട് അന്നെ പ്രണയിച്ചിട്ടുണ്ടല്ലോ മോനെ. നൂറേ ഹബീബിനെ ആക്കണേ നൂറേ ഹബീബിനെ ആക്കാം മോനെ, ആക്കി മോനെ. വല്ലാത്ത ഞാൻ പാട്ടല്ലേ. എന്തായാലും മൂപ്പര് ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കാം. മൂപ്പര് എന്നെ പോലെ തന്നെ കേട്ടോ, ആണുങ്ങളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. യൗവനം തുളുമ്പുന്നതോ തുളുമ്പാത്തതോ തുള്ളി തുളുമ്പുന്നതോ ആയ തരുണി മലകളോട് മാത്രമാണ് ഇക്കും ആറ്റക്കോയക്കും ഓനെ കൂട്ടാലും മൊഞ്ചും ഓനെ മൂറും. ഇദ്ദേഹം ആറ്റക്കോയ തങ്ങൾ എന്ന് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തുമ്പോൾ മുസ്ലിങ്ങൾ ഇദ്ദേഹത്തെ നാറ്റക്കോയ തങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഇദ്ദേഹത്തിന് സ്ത്രീകളെ കാണുമ്പോൾ വല്ലാത്ത ഒരു ഇളക്കമാണ്. എന്നെ പ്രേമിച്ചാൻ ആരാ വരിക എന്നൊക്കെ ചോദിക്കുമ്പോൾ പല സ്ത്രീകളും പ്രേമിച്ചാൻ എനിക്ക് അങ്ങയോട് പ്രേമമാണെന്നൊക്കെ ചോദിച്ചിട്ട് വരുമ്പോഴത്തേക്കിന് അതിനകത്ത് പിടിച്ച് ഇയാൾക്ക് ഒരുക്കാറുണ്ട് കേട്ടോ. ഇനി വേറെ ഒന്നും വേണ്ട. ചില സമയത്ത് ഭയങ്കര പ്രണയാതുരനൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇൻബോക്സിലേക്ക് താടി മീശയുള്ള ചില ഉരുപ്പുകൾ തള്ളിക്കറി വരും. അതുപോലെ ഞാൻ ഉൾപ്പെട്ട് പറഞ്ഞിട്ട് വായിപ്പിച്ചു കൊടുക്കില്ല. കാരണം എന്താ വെച്ചാൽ നല്ല മൊഞ്ചത്തിമാരെ ഉദ്ദേശിച്ചിരിക്കുന്ന സമയത്തേക്ക് ഈ അമുക്കൾ വന്നിട്ട് ഇൻബോക്സിൽ ഇടങ്ങേറുണ്ടാക്കുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ നാറ്റക്കോയിന്റെ മജ്ലിസിന്റെ അവസ്ഥ. എന്തായാലും നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കി. ആണുങ്ങൾ ഒറ്റക്ക് വന്നിട്ടുണ്ടോ? ആണുങ്ങൾ ഒറ്റക്ക് വന്ന ആൾക്കാർ പെണ്ണുങ്ങന്മാരില്ലാതെ എത്ര ആണുങ്ങൾ ഒറ്റക്ക് വന്നാലും ശലങ്ങൾ ഒഴിവാക്കിവിടല്ലേ. എന്തായാലും മൂപ്പര അവസ്ഥകളൊന്നും നോക്കിയാണ്. മൂപ്പര സ്ഥാനത്ത് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങളെയും കൂട്ടാണ്ട് വന്ന മണക്കോസന്മാരുണ്ടല്ലോ, തലമട്ടലെ വെട്ടിയിട്ട് താങ്ങി മൂപ്പരായതുകൊണ്ട് ആട്ടി വിട്ടിട്ടുണ്ട്. അതിന് വലിയ സമാധാനം വിചാരിച്ചോളി നമുക്കളെ. അല്ല പിന്നെ കുറച്ച് മുന്നേ മൂപ്പർക്ക് ചെറിയൊരു പരാതി ഉണ്ടായി, മൂപ്പർക്ക് ലൈനൊന്നും സെറ്റ് ആവണില്ല എന്നുള്ളത്. പ്രണയം വല്ലാത്തൊരു സംഭവം തന്നെ. ഞാൻ പ്രണയിച്ചിട്ടില്ല, അതുകൊണ്ട് പ്രണയത്തിന്റെ സംഭവിച്ചറിയില്ല. ഞാൻ ആരെങ്കിലും പ്രണയിക്കുകയാണെങ്കിൽ ഞാൻ പ്രണയിക്കാം. ആ ഒരു പിഞ്ചു മനസ്സ്, എന്തൊരു വിശാല ഹൃദയനാണ് അദ്ദേഹം. ഇയാളെ പോലെയുള്ള ഒരു നന്മയുള്ള ഒരു മനുഷ്യനെ ഈ ഭൂലോകത്ത് ഇപ്പൊ കാണാൻ കിട്ടുമോ? വല്ലാത്ത ജാതി വിശാല മനസ്സ് തന്നെ കേട്ടോ. പോയെ കാണാൻ ചൊറുക്കില്ലാത്ത നമ്മളെ കാര്യം പ്രേമിച്ചു. കാരണം പിന്നെ പ്രവാസകം ഇരിക്കുമ്പോ ഇങ്ങനെ പ്രവാസ സൂപ്പർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ കൊള്ളാത്ത നമ്മളാരും നല്ലൊരു കണ്ണട വാങ്ങി ആരെങ്കിലും പ്രേമിക്കുക കഴിച്ചിട്ട് അതുമില്ല. എന്താ പോയിന്റ് ഒരു ഇളി. ആ ഇളിയായിട്ട് കണ്ടു കഴിഞ്ഞാലോ പൊട്ടം പൂരം കണ്ട മാതിരിയുള്ള ഒരു ഇളിയായി പോയത് വേണ്ട ചെയ്യും. മനുഷ്യന്മാർക്കൊക്കെ നല്ല കൽപ്പുള്ള ആളുകളെ വേണം. നമ്മളെ കാര്യം പ്രേമിച്ചാണ് മുത്ത് അങ്ങനെ ഒരു ഭർത്താനോ. അനക്ക് അങ്ങനെ ഒരു ഊതി നമ്മളോട് പറയണ്ടേ, ആർക്കും ആണ്ടെങ്കിലും അന്ന് നമ്മക്കും ആണോടാമത്തെ. നമ്മളൊരു കാര്യം ചെയ്യാം, 2 കുപ്പി വെളിച്ചെണ്ണയും ഒരു കീറി തോത്തുമുട്ടായിട്ട് അങ്ങോട്ട് വരാം. ഒരു കാര്യം ചെയ്തോ,
വാതിൽ കുറ്റിയിടണ്ട, അടുക്കള വാതിൽ അവിടെ തുറന്നിട്ടോ, നമ്മൾ രാത്രി 12 മണിയാകുമ്പോഴത്തേക്ക് വന്നിട്ട് അന്നെ പ്രണയിച്ചിട്ടുണ്ടല്ലോ മോനെ. ഞാനൊരു സഹോദരൻ എഴുതി കൊടുത്തു, പ്രണയം ഒരു സംഭവമാണെന്ന്. പ്രണയിക്കാത്തവർക്ക് എന്ത് പ്രണയം? ഇമാതിരി മൂത്ത് മുരടിച്ച കാട്ടുപോയി കുഞ്ഞുങ്ങളെ ഇൻസ്റ്റാഗ്രാമിൽ പോലും കാണാൻ കിട്ടില്ല. ഇത് ഏത് ലോകത്താണ് പോയ ജീവിക്കുന്നത്? വല്ലാത്ത ജാതി പഹയം തന്നെ കേട്ടോ. ഇത് മാത്രമല്ല, മുപ്പത് ഓഫറും കൂടി ഉണ്ടാവും, കൂടി കേട്ടോളികള്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളോട് പ്രണയം ഉണ്ടെങ്കിൽ നിങ്ങൾ തുറന്നു പറഞ്ഞോളൂ. തങ്ങളെ എനിക്ക് നിങ്ങളോട് പ്രണയമാണ്, മഹബത്താണ്, സ്നേഹമാണ്. പിന്നെ മറുപടി കേൾക്കാല്ലേ. മൂപ്പര് ഈ ഒരു കഥ കൂടി കേട്ടപ്പോണ്ടല്ലോ എനിക്ക് എന്റെ ചങ്ക് തകർന്നു. കാരണം ഒരു ലൈൻ ഇല്ലാണ്ട് വിഷമിക്കുന്ന ഒരു മനുഷ്യന്റെ വിഷമം അതിപ്പോ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, നിങ്ങൾക്കൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. വല്ലാത്തൊരു ഗതികേട് തന്നെ അല്ലേ. എന്തായാലും വേണ്ടില്ല, മൂപ്പർക്ക് കുറച്ച് തോനെ ലൈനിനെ കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനവിടെ പോയേക്കാം. ലൈനൊന്നുമില്ലാതെ വിഷമിക്കുന്ന ഈ പാവപ്പെട്ട നാറ്റക്കോയക്ക് നട്ടെല്ലും തലച്ചോറുമില്ലാത്ത മണക്കൂസന്മാരുടെ വീട്ടിലെ പെണ്ണുങ്ങള് ഈ ചെങ്ങായിന്റെ അടുത്തേക്ക് ഒഴുകിയെത്തട്ടറപ്പേ. നമ്മളെ ദുആ പഠിച്ചോ കേൾക്കൊന്ന് നോക്കാല്ലേ. ചിച്ചിലെന്നും ചിലെന്നും കാൽപ്പടർപ്പിൻഡോശ ഓശ കേട്ട് നാറ്റക്കോയ പിന്തിരിഞ്ഞു നോക്കി ക്ലാക്ലാ കേട്ടിട്ടു. അതാ മുറ്റം നിറയെ മുത്തുമണികൾ. നാറ്റക്കോയന്റെ കറാമത്തുകളൊന്നും ഇതുവരെ വലിച്ചില്ലെങ്കിലും നമ്മളെ കറാമത്ത് വലിച്ചിട്ട് കിട്ടും. നെല്ലിക്കാക്കൊട്ട ചെറിയ മാതിരിയല്ലേ മുത്തുമണികള് ആറ്റക്കോയന്റെ കൊടിമരം ലക്ഷ്യമാക്കി ഇങ്ങനെ ഈച്ച പൊതിയണ മാതിരി ഇങ്ങനെ പൊതിയണ്. കുറച്ച് കള്ള അത് അവിടെ വരച്ച വടിയോണ്ടല്ലോ ഒരു ഏറെ കൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എവിടെ എത്തിപ്പോയിണ്ടാവും. വല്ലാത്ത ജാതിരും ഭാഗ്യം തന്നെ അല്ലാണ്ട് ഒരു പോലെ പൈസ കൊണ്ട് എത്രങ്ങാനും പെണ്ണുങ്ങളാണ് ഈ ചെങ്ങായി. ഇതൊക്കെ എങ്ങനെ സംഘടിപ്പിക്കണം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അല്ല ഇതിനൊക്കെ നടക്കുന്നുണ്ടോ? എനിക്കെന്തിനാ മോനെ പെണ്ണെ? എനിക്കെന്നെ 10, 55 അടിമമാരുണ്ട്. അങ്ങനെ പ്രേമിക്കണേ ഓരോ നമ്പർ വാങ്ങിക്കൂടെ? തമാശ പറയല്ല, ഞാൻ എന്റെ അവസ്ഥ പറയാം. എന്റെ അവസ്ഥ പറയാം. അല്ല നിങ്ങൾ അടിമന്മാരൊക്കെ ഇജാതി ആൾക്കാരാ? വെറുതെ ലൈറ്റുകളൊക്കെ മുത്തുമണികളെന്നൊക്കെ വിളിക്കണല്ലേ? അല്ലാത്ത ജാതി മുത്തുമണികളല്ലേ. ഓലിനിപ്പോ അങ്ങനത്തെ ആൾക്കാരായിക്കോട്ടെ, നിങ്ങൾ ഇത് ചെറ്റ വർത്താനം പറയാൻ പാടുണ്ടോ? ഓല് എന്തോ ആയിക്കോട്ടെ, നിങ്ങളൊരു ഒരു മെസ്സേജിനോ അല്ലെങ്കിൽ ഒരു കാര്യത്തിനോ ഒക്കെ റെഡി ആയിട്ട് എന്തിനും തയ്യാറായി നിൽക്കുന്ന ആൾക്കാരായിക്കോട്ടെ. പക്ഷെ ആ സ്ത്രീകളെ കുറിച്ചിട്ട് ഇങ്ങനെ പൊതു മധ്യത്തിൽ വന്നിട്ട് വളരെ വില കുറഞ്ഞൊരു അഭിപ്രായമായിരിക്കും. വളരെ മോശം. അല്ല ആരാത് വരുന്നത്? 18ാമത്തെ ഗ്രൂപ്പിന്റെ അഡ്മിന് കുൽസിനിസ താത്തല്ലേ? കുൽസത്താത്ത നിങ്ങൾ ഇയാള് പറഞ്ഞു കേട്ടോ, ഈ നെരിപ്പട്ട രണ്ടു കുടിക്കുക. കാരണം അമ്മ ഇത് ചെറ്റ വർത്താൻ ഞങ്ങളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. ഇയാള് എങ്ങനെയാണ് ജനങ്ങളെ ആത്മീയമായി പറ്റിക്കേണ്ടത് എന്ന് നന്നായി പഠിച്ച ഒരു ബിസിനസ്സുകാരനാണ്. ഓരോരുത്തരും വന്നിട്ട് ഇയാൾക്ക് സ്വർണം കൊടുക്കുന്നു, പണം കൊടുക്കുന്നു, ഇയാൾ അത് വെച്ചിട്ട് ആർമാദിച്ച് ജീവിക്കുന്നു. സ്ത്രീകളെയാണ് ഇയാൾ ലക്ഷ്യം വെക്കുന്നത്. സ്ത്രീകളുമായി ഹജ്ജ് സിയാറത്തോ ടൂറോ അങ്ങനെയൊക്കെ ഇങ്ങനെ ഇറങ്ങി പെണ്ണുങ്ങൾ അതിന് റെഡിയാണ് കേട്ടോ. ഇയാൾ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഇങ്ങനെ ഊതും, ഇയാളിങ്ങനെ അയാളുടെ മുമ്പിലിരിക്കുന്ന വെള്ളത്തിനകത്ത് ഊതും. അപ്പോഴത്തേക്കിന് പെണ്ണുങ്ങളൊക്കെ ടി വിയുടെ മുമ്പിക്കകത്ത് കുറച്ച് വെള്ളം കൊണ്ടുവച്ചിട്ട് ടി വിയുടെ മുമ്പിലിരിക്കുന്ന വെള്ളത്തിനകത്ത് അദ്ദേഹം അവിടെ ഇരുന്ന് ഊതുന്നതിന്റെ പവിത്രത കിട്ടുമെന്ന് പറഞ്ഞാൽ അയ്യോ, ഇങ്ങനെ കുറെ മടലുകൾ ഇറങ്ങി പുറപ്പെടുന്നത് കൊണ്ടാണ് ഇതുപോലെയുള്ള ആത്മീയ തട്ടിപ്പ് വീരന്മാർ അരങ്ങുവാഴുന്നത്. ഒരു സമാധാനമുണ്ട്, നമുക്ക് ജോലി കുറഞ്ഞു. കാരണം നല്ലൊരു വിഭാഗം മുസ്ലിം യുവാക്കൾ തന്നെ ഇതിനെയൊക്കെ പ്രതിരോധിച്ചും വിമർശിച്ചും രംഗത്ത് വരാൻ തുടങ്ങിയതോടുകൂടി വലിയ ആശ്വാസമാണ്.